നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ ശ്രീകാന്തിനെ ഒരു വിധത്തിൽ കാറിൽ കയറ്റിക്കൊണ്ട് പോവാണ് രഘുവരനൊക്കെ. കാരണം രഘുവരനൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ശത്രുവിൻ്റെ വീട്ടിലാണ് താൻ കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അവനെ കൊല്ലാൻ നടന്ന താൻ എന്നിട്ട് അവിടെ കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ശ്രീകാന്തിന് ഭയങ്കര വിഷമം. ശ്രീകാന്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മയൂരിയെ തന്നെ ആയിരിക്കുന്നു. അങ്ങനെ അവിടെ പോകുന്ന വഴിക്ക് സുഭദ്ര പറഞ്ഞു, എന്താ രഘുവരേട്ടാ, ഏട്ടൻ എന്തൊക്കെ ഇങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞ് എന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ള പേരിൽ അവിടെ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു വെച്ചു. മിണ്ടരുത് നീ, എൻ്റെ വിഷമം എനിക്കറിയാം. അവൻ എന്നോട് ചെയ്തെന്താന്ന് എനിക്കറിയത്തുള്ളൂ. എന്നിട്ട് ഇവൻ പറഞ്ഞെന്താ, ഇവൻ ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി ആർത്തുനിന്ന്. അപ്പോഴേക്ക് ശ്രീകാന്തിൻ്റെ അമ്മാവൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അല്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കേൾക്കാൻ പോകുന്നുണ്ടോ? എൻ്റെ ഭാര്യയ്ക്കൊന്നും ഇതിനൊട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വകവയ്ക്കോ? ഇപ്പം എങ്ങനെയുണ്ട്, അനുഭവത്തെ കിട്ടിയില്ലേ എന്നൊക്കെ രഘുവരനോട് ചോദിക്കുക. രഘുവരൻ പറഞ്ഞു, അതെ, ഏട്ടൻ പറഞ്ഞിരുന്നത് ശരിയായിട്ടുള്ള കാര്യം. തെറ്റുപറ്റിയത് എനിക്കാ. ഒരു കാരണവശാലും ആ പെണ്ണുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയണേ? പണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചെന്ന് ഓർത്തുകൊണ്ട് ഇപ്പോഴങ്ങനെയൊക്കെ വേണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പോഴില്ലല്ലോ. പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മയൂരിയുടെയും വിവാഹം മുടക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം രഘുവരൻ പറഞ്ഞു, നിനക്ക് എന്തറിയാം, മര്യാദയ്ക്ക് മിണ്ടാതിരുന്നു അവിടെ. ഒരു കാരണവശാലും നീ അവളുടെ കഴുത്തിൽ താലി അർത്താൻ പോകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ ചീത്തയൊക്കെ പറയാണ്. ആ സമയത്ത് സേതുവും പല്ലവിയൊക്കെ വല്ലാതായി നിൽക്കുക. മയൂരിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കല്യാണം അവിടെ മുടങ്ങിയിരിക്കുന്നത്. ശ്രീകാന്ത് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാലും എന്തോ മയൂരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ വേണം കല്യാണം നടത്താനെന്നൊക്കെ ഓർത്തിരുന്ന ആ സമയത്താണ് ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഒടുവിൽ സേതുവും പല്ലവിയൊക്കെ ചെന്നിട്ട് ലക്ഷ്മിയമ്മോട് പറഞ്ഞു, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. വേണുഗോപാൽ പറഞ്ഞു, അല്ല ഇവൾക്ക് താല്പര്യമെന്നല്ലേ പറഞ്ഞേ, അവൻ ഇവളുടെ കഴുത്തെ താലി ആർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വേണുഗോപാൽ അവരുടെ വിവാഹം നടത്തുമെന്ന് പറഞ്ഞു. നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ വേണുവേട്ടാ? അതിന് അവരും കൂടെ സമ്മതിക്കേണ്ടതെന്ന് ചോദിച്ചു. അതിന് ശ്രീകാന്തിൻ്റെ സമ്മതമുള്ളോ? പിന്നെ ആരുടെ സമ്മതം നോക്കണം? വേറെ ആരുടെ സമ്മതം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനല്ലേ പറയണേ, എനിക്കെന്താണെങ്കിലും ഈ കല്യാണം നടത്തിയാൽ മതിയാവുള്ളൂ. ഇതിൻ്റെ ഒരു വാശിയാണെന്ന് പറഞ്ഞിട്ട് വേണുഗോപാൽ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും മയൂരി ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുമ്പം സേതുവും പല്ലവിയൊക്കെ ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. സമാധാനമായിട്ടിരിക്കുക, സാരമില്ല, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, നമുക്ക് നോക്കാം. ഇത്രയും വരെ കാര്യങ്ങളൊക്കെ എത്തിയില്ലേ, ഇനി ഇത് മുന്നോട്ട് തന്നെ പോകും, മോള് വിഷമിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പക്ഷെ മയൂരിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ കുറേ സമയം കൂടെ അവരോട് സംസാരിച്ചിരുന്നതിന് ശേഷമാണ് സേതുവും പല്ലവിയും പൊന്നുമടത്തിലേക്ക് പോരുന്നത്. ആ സമയത്ത് പൊന്നുമടത്തിലാണെങ്കിലോ വല്ലാത്ത ടെൻഷനിലായിരുന്നു പൂർണിമ. കാരണം പണ്ടത്തെ പോലെ ഒന്നുമല്ല ഋതുവിൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട്. ആഹാരം കഴിക്കാൻ പോലും താഴേക്ക് ഇറങ്ങി വരുന്നില്ല. ആ സമയം ബേബി ചേച്ചി എന്ത് ചെയ്തു, കുറച്ച് ആഹാരമൊക്കെ എടുത്ത് നേരെ മുകളിലത്തെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇന്ദ്രൻ ഇതെങ്ങോട്ട് കൊണ്ടുപോവാ? അല്ല, ഇത് ഋതുവിന് വേണ്ടിയിട്ട്. അതെ, ഇപ്പം അവൾക്ക് വേണ്ടിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. അവൾ വേണേ ഇറങ്ങി വരട്ടെ ഇങ്ങോട്ടേക്ക്. ഗർഭിണിയാന്ന് കരുതിയിട്ട് താഴേക്ക് ഇറങ്ങി വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരും അവളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവളിങ്ങനെ അഹങ്കാരം കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, അല്ല ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി നോക്കാം അവളെന്താ താഴേക്ക് ഇറങ്ങി വരാത്തതെന്ന്. ചേച്ചി പറഞ്ഞു, ഞാനിത് കൊണ്ടേ കൊടുത്തിട്ട് വരാം. പൂർണ്ണിമേച്ചിന്ന് പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അവൾ അഹങ്കാരം കാണിച്ച് ആരെയും മൈൻഡ് ചെയ്യാതെ മുറിക്കകത്ത് കയറിയിരിക്കുന്നല്ലേ, അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഈ സമയം ഋതു മുറിക്കകത്ത് ബോധം കെട്ട് കിടക്കുക എന്നുള്ള കാര്യം അവരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പൂർണ്ണിമയോട് പറഞ്ഞു, അമ്മ എന്താണെങ്കിലും ഈ വയ്യാതെ ആ സ്റ്റെപ്പ് കയറി ഇറങ്ങേണ്ട കാര്യമില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, അവൾ വേണേ ഇറങ്ങി വരട്ടെ, ഇപ്പം അവളെ പോയി നോക്കണ്ടെന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു. പൂർണ്ണിമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പൂർണ്ണിമ ഓർത്തു, ഇനിയിപ്പോൾ ഇന്ദ്രൻ പറഞ്ഞ് ശരിയാ, അവൾക്ക് വേണേ ഇറങ്ങി വരാം. അവൾ വാശി കാണിച്ച് ആഹാരം കഴിക്കാതെ അവിടെ കയറി ഇരിക്കുക, ഇറങ്ങി വരട്ടെ എന്ന് ഓർത്തുകൊണ്ട് പൂർണ്ണിമ അവിടെ ഇരുന്നു. പിന്നീട് മൈൻഡ് ചെയ്യാനേ പോയില്ല. ആ സമയത്ത് വേണുവിൻ്റെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ എന്നു. ലക്ഷ്മിയമ്മ എന്നിട്ട് ചോദിച്ചു, എന്താ വേണുവേട്ടാ? എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്താ കാര്യം, എന്താ ആ പണ്ടത്തെ സംഭവം വീണ്ടും അത് തന്നെയാണല്ലോ വന്നിരിക്കണമെന്ന് പറഞ്ഞു. വേണു പറഞ്ഞു, അതൊക്കെ നടന്നുപോയ കാര്യങ്ങളല്ലേ, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ലക്ഷ്മിയെന്ന് ചോദിച്ചു. എന്നാലും അല്ല, അന്ന് എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോൾ വേണുഗോപാൽ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ രഘുവരനെ എന്നെ കൊല്ലാനായിട്ട് ആൾക്കാരെ വിട്ടതാ, അന്ന് നീയാണ് കൃത്യസമയത്ത് എന്നെ വന്ന് രക്ഷിച്ചേ. അത് ലക്ഷ്മിയമ്മയുടെ മനസ്സിലേക്ക് വന്നു. ശരിയാണ്, താനാ പൊന്നുമടത്തിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഒരു പക്ഷേങ്കിൽ അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ താൻ വേണുവേട്ടൻ്റെ ഭാര്യയൊന്നും ആവത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അപ്പോഴേക്കും മയൂരും കൂടെ അങ്ങോട്ട് വന്നു. മയൂര് വന്നിട്ട് ചോദിച്ചു, പപ്പ എനിക്ക് ആ പാടെ വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ശ്രീകാന്തിൻ്റെ വീട്ടുകാർ എതിർത്തിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിനെ നിർബന്ധിച്ച് ഈ വിവാഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലാന്ന് പറഞ്ഞു. അവരുടെ അച്ഛൻ്റെ അമ്മയുടെ സമ്മതമില്ലാതെ ആ കല്യാണം നടത്താൻ പറ്റുമോ ചോദിച്ചു. അത് കേട്ടപ്പോൾ വേണുഗോപാൽ പറഞ്ഞു, അവൻ്റെ സമ്മതമാണല്ലോ. അവൻ ചങ്കുറപ്പുള്ളവനാണെങ്കിൽ നിന്റെ കഴുത്തിൽ താലി അർത്തും. അത് ഞാനാ പറയണേ. ഇനി അപ്പോൾ അവന് അത് പറ്റില്ലെന്നെങ്കിൽ അവൻ പറയട്ടെ എന്ന് പറഞ്ഞു. മയൂര് പറഞ്ഞു, അവനെന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. പക്ഷേ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ എതിർത്തുകൊണ്ട് അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിലേക്കല്ലേ ചെന്ന് കയറണ്ടേന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. എന്തൊക്കെയാ പപ്പ? അത് കേട്ടുകഴിഞ്ഞപ്പോൾ വേണുഗോപാൽ പറഞ്ഞു, എൻ്റെ പാസ്റ്റിനെക്കുറിച്ച് നിനക്കറിയാലോ. എൻ്റെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പണ്ടത്തെ വേണു അല്ല ഞാൻ. ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ. ഞാൻ ഈ കുടുംബത്തിൽ വന്നു കയറിയതിന് ശേഷമാണ് വേണുവേട്ടന് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ വന്ന സമയത്ത് വേണുവേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എനിക്കറിയാം. പക്ഷേ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെയല്ല ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം സ്വന്തം മോളുടെ ജീവിതം കൂടെ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. വേണുഗോപാൽ പറഞ്ഞു, ഞാൻ കാരണം ആരുടെയും വിവാഹമൊന്നും തകരാനൊന്നും പോകുന്നില്ല. ഉറപ്പായിട്ടും ഈ വിവാഹം നടക്കും. ഈ വേണുഗോപാലൻ നടത്തിയിരിക്കും. ഇതിൻ്റെ പേരിൽ മോള് വിഷമിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മയൂരിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സേതുവും പല്ലവിയും കൂടെ പൊന്നുമടത്തിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പൂർണിമയൊക്കെ ചോദിച്ചു, എങ്ങനെയായി കല്യാണമൊക്കെ നിശ്ചയിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, ഇല്ലമ്മേന്ന് പറഞ്ഞു. ഇല്ലേ? അപ്പം നിശ്ചയമാണെന്നും പറഞ്ഞു പോയിട്ടോ. അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു, നിശ്ചയം മുടങ്ങിയെന്ന് പറഞ്ഞു. നിശ്ചയം മുടങ്ങിയെന്നോ? ഭയങ്കര സന്തോഷമായി ഇത് കേട്ട ഇന്ദ്രന്. ആഹാ, അത് കൊള്ളാലോ. അതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. അച്ചു പറഞ്ഞു, നിനക്ക് സന്തോഷമായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇന്ദ്ര. പക്ഷേ നിശ്ചയം മുടങ്ങിയാൽ ഈ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. പിന്നീട് പൂർണിമയോട് കാര്യങ്ങൾ പറയാണ്. ഇന്ദ്ര പറഞ്ഞു, ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം നടക്കാൻ വഴിയില്ല. മിക്കവാറും ഈ വിവാഹം മുടങ്ങുമെന്ന് പറഞ്ഞു. നിന്റെ കരുനാക്കൊന്നും വളച്ച് പറയാതിരിക്കുക എൻ്റെ ഇന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് ശ്രീഹരി അങ്ങോട്ടേക്ക് ചെന്നു. ഇന്ദ്രൻ പറഞ്ഞു, ഞാനിപ്പോൾ പറഞ്ഞ പ്രശ്നമായതല്ലേ, ഞാനൊന്നും മിണ്ടാതിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ സത്യം പറയുന്നത് ഇഷ്ടമില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. പൂർണ്ണിമ പറഞ്ഞു, ഇന്ദ്ര ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. കുറച്ച് സമയത്തേക്ക് ഒരു സ്വസ്ഥതയോ സമാധാനം വേണം. ആ സമയം സേതു പറഞ്ഞു, അതെ അമ്മേ, എന്താണെങ്കിലും ഈ കല്യാണം നടത്തുമെന്നും പറഞ്ഞുകൊണ്ടാണ് വേണു സാർ ഇരിക്കുന്നത്. മയൂരെ വിവാഹം കഴിക്കാൻ ശ്രീകാന്തിന് സമ്മതമാണ്. വിവാഹം നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിപ്പോൾ എന്താ എങ്ങനെയാ എപ്പോഴാണെന്ന് പറയാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയം ഋതുവിനെ അവിടെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ പല്ലവി ചോദിച്ചു, അല്ല ഋതു എന്തെന്ന് ചോദിച്ചു. ഋതു മുറിയിലുണ്ട്. മുറിയിലോ? ഞങ്ങൾ പോയപ്പോഴും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ലോ. അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു, അത് ശരിയാ. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. പല്ലി പറഞ്ഞു, വേണ്ട, നീ ഇനി സ്റ്റെപ്പ് കയറി ഇറങ്ങണ്ട, ഞാൻ പോയി നോക്കിയാളാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? പല്ലവി അങ്ങോട്ടേക്ക് മുറിയിലേക്ക് പോവാണ് നോക്കാനായിട്ട് ഋതുവിനെ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഋതു അവിടെ താഴെ വീണ് കിടക്കുന്ന കാഴ്ച കണ്ടേ. സേതു ഏട്ടാന്ന് പറഞ്ഞ് ഒറ്റ വിളിയായിരുന്നു. സേതു ഓടി വരുമ്പം കാണുന്ന കാഴ്ച താഴെ വീണ് കിടക്കുന്ന ഋതുവിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഋതുവിന് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പല്ലി പറഞ്ഞ്, സേതുവേട്ടെ പിടിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ ഋതുവിനെ എടുത്ത് താഴേക്ക് വരുമ്പോഴത്തേനും പൂർണ്ണിമിച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്താണെന്നൊന്നും അറിയില്ലമ്മേന്ന് പറഞ്ഞു. ആ ഇന്ദ്രൻ പറഞ്ഞു, ഇതൊക്കെ ഇവളുടെ ചിലപ്പോൾ അടുവ അഭ്യാസമായിരിക്കും, ഇവള് വെറുതെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന. അപ്പോഴേക്കും സേതു പറഞ്ഞു, മിണ്ടരുത് നീ, മാറി നിൽക്കണം അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഋതുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അപ്പം നാളെ രാവിലെ ഇതിൻ്റെ ഫുൾ വിശേഷമായിട്ട് വരാം കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.